വീണ്ടും യുദ്ധക്കളമായി ഹോർമുസ്. ടാങ്കറിന് നേരെയുള്ള ഇറാൻ ആക്രമണത്തിൽ ഇന്ത്യക്കാരൻ മരിച്ചു. 6 ഇന്ത്യക്കാരടക്കം 8 പേർക്ക് പരിക്ക്. ഇറാനിയൻ ഉപസ്ഥാനപതിയെ വിളിച്ചു വരുത്തി അതൃപ്തി അറിയിച്ച ഇന്ത്യ. ഹോർമുസ് പിടിച്ചടക്കാൻ ട്രംപ്. ചെറുത്തുനിൽപ്പിന് നിയമം പാസാക്കാൻ ഇറാൻ. ഇറാനിയൻ നഗരങ്ങളിലേക്ക് ആക്രമണം തുടർന്ന് അമേരിക്ക. ഗൾഫിലേക്ക് പ്രത്യാക്രമണം. കള്ളാടി ദുരന്തത്തിൽ തുരങ്കപാത പദ്ധതിയിലെ കുറ്റകരമായ ഉദ്യോഗസ്ഥ വീഴ്ച. മുൻ ചീഫ് സെക്രട്ടറി ജയതിലക് പ്രതിക്കൂട്ടിലേക്ക്. ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് അവഗണിച്ചു. തുരങ്കപാതയിൽ ദുരന്ത നിവാരണ അതോറിറ്റി ഇടപെടേണ്ടെന്ന് ജയതിലക് നിലപാടെടുത്തത് ദുരൂഹം. ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ്. ബിജെപി തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സ്ഥാനാർത്ഥികളുടെ കട്ടൌട്ട് വെച്ചതിലും പണം തട്ടി. കമ്മീഷൻ ഇടപാട് നടന്നെന്ന് വ്യക്തമാക്കുന്ന പാർട്ടി നേതാക്കളുടെ ശബ്ദരേഖ ന്യൂസ് 18 പുറത്തുവിട്ടു. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയിലും തട്ടിപ്പ്. തെരഞ്ഞെടുപ്പ് മാനേജിംഗ് കമ്മിറ്റിയുടെ പട്ടികയും പുറത്ത്. പണമടങ്ങിയ ബാഗിനൊപ്പം സെൽഫിയെടുത്ത സിദ്ധാർത്ഥ് കമ്മിറ്റി അംഗം. CPI-CPM ഉടക്ക് കടുത്തു. ഉപനേതൃപദവിയിൽ CPIയുടെ പരസ്യ നിലപാടിൽ CPMനും മുന്നണി കൺവീനർക്കും നീരസം. CPI നേതാക്കളുമായുള്ള TP രാമകൃഷ്ണന്റെ കൂടിക്കാഴ്ചയുണ്ടായേക്കില്ല. ചർച്ചയുടെ അറിയിപ്പില്ലെന്ന് ബിനോയ് വിശ്വം. പഴയ AKG സെന്റർ CPMന് നഷ്ടമാകുമോ? കേരള സർവകലാശാലയുടെ സ്ഥലം CPM കയ്യേറിയെന്ന പരാതിയിൽ നടപടി വരുന്നു. മുഴുവൻ ഭൂമിയും അളന്നു തിട്ടപ്പെടുത്തും. AKG പഠന കേന്ദ്രത്തിന് സർവകലാശാല ഭൂമി അനുവദിച്ചത് 1977 ആന്റണി സർക്കാർ. സർവകലാശാല നീക്കം ഇതേ പരാതി ഹൈക്കോടതിയും പരിഗണിക്കുന്നതിനിടയിൽ. ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്ത് BJP കൌൺസിലർ സുഗതൻ. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട സുഗതന എന്ന ഞാൻ തീരുമാനത്തോടെ നടപ്പിലാക്കിയ ഇന്ത്യൻ പാർലമെന്റിൽ യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുന്നതും മനഃശാഖയോ അവതയോ വാത്സല്യമോ ഉദ്ദേശമോ സത്യവാചകം ചൊല്ലിക്കൊടുത്ത് മേയർ. തിരുവനന്തപുരത്തെ വോട്ടർമാർക്ക് നാണക്കേടെന്ന് UDF കൌൺസിൽ യോഗം ഉടൻ വിളിക്കണമെന്ന് LDF. തന്ത്രി കണ്ഠരര് രാജീവരുടെ മകനെ ശബരിമലയിൽ തന്ത്രിയാക്കുന്നതിൽ ദേവസ്വം ബോർഡിന് എതിർപ്പില്ലെന്ന് പ്രസിഡന്റ്. തീരുമാനം ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാകുമെന്നും K ജയകുമാർ. താന്ത്രിക ചുമതല വഹിക്കാനാവില്ലെന്ന് കണ്ഠരര് രാജീവര് കത്ത് നൽകിയെന്നും ദേവസ്വം പ്രസിഡന്റ്. കുട്ടികളെ അപമാനിച്ചെന്ന വിവാദത്തിൽ വാർത്താ സമ്മേളനം വിളിച്ച് മറുപടിയുമായി ഡോക്ടർ KT ജലീൽ. ആർക്കെങ്കിലും മോശമായി അനുഭവപ്പെട്ടാൽ മാപ്പ് ചോദിക്കാം. കുട്ടികൾക്ക് പൊതുവായന കുറവെന്നും അധ്യാപകനായതുകൊണ്ടാണ് ചോദ്യം ചോദിച്ചതെന്നും ജലീൽ. സതുദ്ദേശത്തോടെയാണെന്നും ജലീൽ ചെയ്തത് ഇന്നത്തെ കാലത്ത് തെറ്റാണെന്ന് മന്ത്രി AP അനിൽകുമാർ. BJPയുമായി ഏറ്റുമുട്ടാനില്ലെന്ന് NSS ജനറൽ സെക്രട്ടറി രാജീവ് ചന്ദ്രശേഖർ. തന്നെ ഉപരാഷ്ട്രപതിയെയും സുരേഷ് ഗോപിയെയും തിരുത്തിച്ചു. നിലപാട് സ്വാഗതാർഹമെന്നും G സുകുമാരൻ നായർ. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയാകാൻ കേണൽ ഡോക്ടർ അനിൽ മേനോൻ. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 8:17 യാത്ര തിരിക്കും. കസാഖിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് യാത്ര. റഷ്യക്കാരായ 2 പേർക്കൊപ്പം. തിരുവനന്തപുരത്ത് സ്കൂളിൽ ക്രൂര റാഗിംഗ് എന്ന് പരാതി. +1 വിദ്യാർത്ഥിയെ +2കാർ തല്ലിച്ചതച്ചു. കഴുത്തിൽ കാലുകൊണ്ട് ലോക്കിട്ടു. ജൂനിയർ വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടപ്പെടാതിരുന്നത് ഭാഗ്യം കൊണ്ട്. പരാതി നൽകി കുട്ടിയുടെ മാതാപിതാക്കൾ. പെരുമ്പാവൂരിൽ ആശാപ്രവർത്തകയ്ക്ക് നേരെ വീടിനുള്ളിൽ ലൈംഗികാതിക്രമം. പ്രതി മോഷ്ടിക്കാൻ കയറിയ യുവാവ്. സംഭവം കഴിഞ്ഞ വെള്ളിയാഴ്ച. ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും തെരച്ചിൽ തുടരുന്നുവെന്നും പോലീസ്. യൂട്യൂബർ തൊപ്പി ഒളിവിൽ. ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കാൻ പോലീസ്. വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്ന് നിഗമനം. തൊപ്പിയുടെ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യും.